നമുക്കിന്ന് ചില്ലി ബീഫ് ഉണ്ടാക്കാം. പേര് പോലെ തന്നെ കുറച്ച് സ്പൈസിയാണിത്. സാധാരണ എല്ലാവരും ബീഫ് ഫ്രൈ ചെയ്തിട്ടാണ് ഇത് ചെയ്യാറ്. ഞാൻ അങ്ങനെയല്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടൊന്ന് ഫ്രഷ് ആകാൻ പോയി വന്നപ്പോഴേക്കും പാത്രത്തിൻ്റെ അവസ്ഥ ഇതാണ്. മക്കളായി പോയില്ലേ, സഹിക്കുക തന്നെ. ബീഫ് ഇതുപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ. ഒരു 500 ഗ്രാം ബീഫാണ് എടുത്തേക്കുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ പറയുന്നത്. കഴുകി വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിലേക്ക് ഇടുക. ഇതിലേക്ക് 1 ടീസ്പൂൺ സാൾട്ട്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അതായത് 1:1:1 ആണ് പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയിട്ട് വെള്ളമൊഴിച്ച് വേവിക്കുക. ഒരു വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിലും പിന്നെ സ്ലോ ഓർ മീഡിയം ഫ്ലെയിമിലും ഇട്ടാണ് കുക്ക് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 സവാള, കുറച്ച് ഇഞ്ചി, കുറച്ച് ഗാർലിക്ക്, ഒരു ഹാഫ് ക്യാപ്സിക്കം, 3-4 ഗ്രീൻ ചില്ലി, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കോൺഫ്ലോറും വേണം, പിന്നെ നമ്മുടെ സോസുകളും വേണം. ഇവയെല്ലാം ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി ഒരു ഫ്രൈങ് പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷേ അത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സോസുമായിട്ട് അങ്ങോട്ട് സിങ്ക് ആവാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യാറ്. സോസ് ആഡ് ചെയ്യുന്ന റെസിപ്പികളിലൊക്കെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ആക്കാറ്. ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത ഗാർലിക്, ജിഞ്ചർ എന്നിവ ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി. ഇതിലേക്ക് കട്ട് ചെയ്ത പച്ചമുളക്, സവാള ഇട്ട് വഴറ്റുക. ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി, ഒരുപാട് അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈങ് പാനിലേക്ക് ഇനി സോസ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ റെഡ് അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം. ക്യാപ്സിക്കം നേരത്തെ ആഡ് ചെയ്താൽ അങ്ങ് വെന്ത് പോകും. കുറച്ച് ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതാണ് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ്. ലാസ്റ്റ് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ കുക്ക് ചെയ്ത ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യുക. കുറച്ച് വെള്ളം ഉണ്ടാകും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റി വരണം. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ സ്ലറി ആഡ് ചെയ്യണം. കോൺഫ്ലോർ സ്ലറി എന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കോൺഫ്ലോർ സ്ലറി. ഇത് തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. ഇത് നമ്മുടെ ബീഫ് മിക്സിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ബീഫ് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപ്പ് ടെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. സോസിന് ഉപ്പ് ഉണ്ടായതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും. ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് സ്പൈസി ആക്കാം. ഇത് രണ്ടും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഗ്രേവി വേണ്ടവർക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തൊന്ന് തിളപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ ഹണി കൂടി ആഡ് ചെയ്താൽ അടിപൊളി ടേസ്റ്റ് കിട്ടും. ഇനി ഹണി ഇല്ലെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്താലും മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓഫാക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ട അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോംബോ ആണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റും. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ ഫ്രം ഫൗസിയ യൂസഫ്.